നമസ്കാരം. കേരള പ്രൈം ടുഡേ ചാനലിനൊപ്പമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ബൈജു പോൾ. ഞാൻ മുളവന SSLP സ്കൂളിലെ അധ്യാപകനാണ്. കുട്ടികളുടെ ലഹരി ഉപയോഗവും അധ്യാപകർ വടിയെടുക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യവുമായിട്ടാണ് ചാനൽ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. അതിനോടൊപ്പമാണ് ഞാൻ ചേർന്നിരിക്കുന്നത്. ലഹരി എന്നുള്ളൊരു വാക്കാണ് ഇന്ന് നിങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ ലഹരി എന്ന് പറയുമ്പോൾ എന്താണ് ലഹരി? നമ്മൾ പെട്ടെന്ന് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ലഹരി വസ്തുക്കളാണ്. ഈ ലഹരി വസ്തുക്കൾ മാത്രമല്ല ലഹരി. യാത്ര ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്നവരുണ്ട്, വായന ഒരു ലഹരിയായി ഉപയോഗിക്കുന്നവരുണ്ട്, സംഗീതം ലഹരിയായി ഉപയോഗിക്കുന്നവരുണ്ട്, സ്പോർട്സ്, വ്യായാമം, സൈക്ലിങ്, ഇങ്ങനെ ലഹരിയായി കൊണ്ടു നടക്കുന്ന ഒരുപാട് വസ്തുതകൾ നമ്മുടെ മനുഷ്യരുടെ ഇടയിലുണ്ട്. പക്ഷേ ഇതിലേക്ക് ഒക്കെയും ഉപരിയായി നമ്മളെ പേടിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് നമ്മളുടെ കുട്ടികളുടെ ഇടയിലുള്ള ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് കാരണക്കാരായി പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഏകദേശം 28 വർഷത്തെ അധ്യാപന പരിചയം എനിക്കുണ്ട്. 22 വർഷത്തെ അധ്യയന പരിചയം എനിക്കുണ്ട്. ഈ 3 കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനൊരു 3 കാലഘട്ടമായി തിരിക്കേണ്ടതായിട്ട് വരും. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അധ്യാപകരെ ഭയത്തോടും ബഹുമാനത്തോടും മാത്രം നോക്കിയിരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ അവർ തരുന്ന ഉപദേശങ്ങൾ ശിരസാ വഹിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടം മാറിയിട്ട് ഏകദേശം ഒരു 10-12 വർഷം മുമ്പ് ആ വിദ്യാഭ്യാസ സമ്പ്രദായവും പഠന സമ്പ്രദായവും മാറിയ സമയത്ത് അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഒപ്പം നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അധ്യാപകർ വിദ്യാർത്ഥിയുടെ ഒപ്പം നടന്ന് അവൻ്റെ പഠനങ്ങളിലും അവൻ്റെ കാര്യങ്ങളിലും ഒക്കെയും ശ്രദ്ധിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ കാലഘട്ടമാണ് 3-ാം കാലഘട്ടം. അതായത് വിദ്യാർത്ഥി അധ്യാപകൻ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ മാത്രമല്ല ഇതിന് അടിസ്ഥാനം. ഇതുവരെ ഇവിടുന്ന് പഠിക്കുന്നു. നമ്മുടെ പണ്ടുണ്ടായിരുന്ന കൂട്ടുകുടുംബങ്ങൾ അല്ലെങ്കിൽ 1-2 കുട്ടികളല്ലാതെ 5-6 കുട്ടികളുണ്ടായിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ കുടുംബം ചുരുങ്ങി 1-2 കുട്ടികളുണ്ടായിരുന്നൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ജോലിയുടെ കൂടുതൽ, കുട്ടികളോട് സംവദിക്കാനുള്ള സമയക്കുറവ്, അലച്ചിൽ, ഇങ്ങനെയൊക്കെ പല കാലഘട്ടങ്ങൾ വരുമ്പോൾ രക്ഷകർത്താക്കൾ കുട്ടികളിൽ നിന്നും അകന്നുപോയ ഒരവസ്ഥയുണ്ടായി. അതായത് ദൈനംദിനം അവൻ നടക്കേണ്ട അല്ലെങ്കിൽ അവനോട് അറിയേണ്ട പല കാര്യങ്ങളും രക്ഷകർത്താക്കൾ ചോദിച്ചറിയാത്തൊരവസ്ഥയുണ്ടായി. പിന്നീട് പല കാലഘട്ടങ്ങളിലായി വന്ന പല ഉത്തരവുകളുമുണ്ട്. ബാലാവകാശ കമ്മീഷൻ്റെ ആയാലും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളുടെയൊക്കെ ഉത്തരവുകൾ വന്നപ്പോൾ അധ്യാപകരെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന്, അതായത് വടിയെടുക്കണമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് വേണം പറയാൻ. ഈ അകൽച്ച ഉണ്ടായതിന് പ്രധാന കാരണം പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അധ്യാപകർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായ സമയത്താണ് അധ്യാപകർ അല്പം പിന്നോട്ട് മാറി എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും തിരിച്ചറിവുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ആകാശഗംഗ എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരു ഗാനമുണ്ട്. അത് ഒരു പ്രേതത്തിൻ്റെ നമ്മുടെ സിനിമയിലേക്ക് കടന്നു വരുന്നൊരു ഭാഗമാണ്. പുതുമഴയായി വന്നു നീ, പുളകം കൊണ്ടു പൊതിഞ്ഞു നീ. ഈ 2 വരിയാണ്. ഈ സമയത്ത് നമ്മുടെ കൺസെപ്റ്റിലുള്ള പ്രേതം ഒരു വെള്ള വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ റോഡിലേക്ക് വരുന്നൊരവസ്ഥയാണ്. ഈ സമയത്ത് നമ്മുടെ ശങ്കരാടിയോ പപ്പോ ആരെങ്കിലും ഒരാൾ ഒരു ചൂട്ടോ കുരിശോ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഈ പ്രേതം അപ്രത്യക്ഷമായി പോകും. എന്നാൽ ഇതിനു ശേഷം നമ്മുടെ പുതിയ കാല സിനിമകളിലേക്ക് വന്നപ്പോഴത്തേനും നമ്മുടെ പ്രേത സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ വളരെ ഭയാനകമായ പ്രേതങ്ങളെയാണ് നമുക്ക്. അവിടെ വെള്ള വസ്ത്രങ്ങളൊന്നൊരു വിഷയമേ അല്ല. അവിടെ ഒരു ഭാഗം മാത്രം മനുഷ്യ അവസ്ഥയിലും ഒരു ഭാഗം അല്ലാത്ത രീതിയിലുമൊക്കെ വളരെ വികൃതമായ ഈ പ്രേതങ്ങളെയൊന്നും നമ്മുടെ ചൂട്ടുകൊണ്ടോ കുരിശുകൊണ്ടോ ഓടുന്ന ഒരവസ്ഥയിലല്ല. നമ്മുടെ ലഹരിയുടെ ഉപയോഗം ഈ തലത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. പണ്ട് ഏതെങ്കിലും ലഹരിയുടെ ചെറിയ ഉപയോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അയലത്തുകാർക്കോ ഒക്കെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റാർക്കും ഉപദേശിക്കാൻ പറ്റാത്തൊരവസ്ഥ, മറ്റൊരാളും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതിന് നമ്മുടെ സമൂഹത്തിനും അതിന് വലിയൊരു പങ്കുണ്ട്. കാരണം
പലതും മറച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കും. ആ മറച്ചുവെപ്പ് ഉള്ളതുകൊണ്ട് പലരും പല കാര്യങ്ങളും ചോദിച്ചറിയുവാനായിട്ട് വിഷമിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈനംദിനം നമ്മുടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവർ പോകുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയും രക്ഷകർത്താക്കൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ കൂട്ട് 5-6 കുട്ടികളൊന്നും ഓരോ വീട്ടിലും ഇല്ല. 1 അല്ലെങ്കിൽ 2 കുട്ടികൾ മാത്രമാണുള്ളത്. രക്ഷകർത്താക്കൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ലോകം തന്നെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈ സഞ്ചരിക്കുന്ന സമയത്ത് തൻ്റെ കുട്ടികളുടെ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ഇതിനൊരു വ്യത്യാസം എപ്പോൾ ഇല്ല. പണ്ട് ആൺകുട്ടികളെ ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറയുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു വേർതിരിവ്, ഈ ഒരു കാര്യത്തിൽ ഒരു വേർതിരിവില്ല. 2 കൂട്ടരെയും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. അവരോട് ദൈനംദിന കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവരുടെ ദൈനംദിനം അവരെ ഇടപെടുന്ന ആൾക്കാരൊക്കെ, അവരുടെ ഫോണിലുള്ള കോണ്ടാക്ട് ലിസ്റ്റുകൾ അതൊക്കെ. ഇപ്പോൾ അവരൊരു പുതിയ വസ്ത്രം വാങ്ങിച്ചു, അല്ലെങ്കിൽ പുതിയൊരു വാഹനം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവൻ 2 ദിവസം ഒരു പുതിയ വാഹനത്തിലാണ് വന്നത്. ഇപ്പം നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, ഇത് ചോദിച്ചറിയാനുള്ള ഒരു സാഹചര്യം രക്ഷകർത്താക്കൾക്കുണ്ടാവണം. ആ ഒരു സ്വാതന്ത്ര്യം, ചോദിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. കാരണം 2-3 മണിക്കൂർ കൊണ്ട് പല കൊലപാതകങ്ങൾ നടത്തിയിട്ട് വരുന്ന മക്കൾ. ഇപ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വടക്കൻ ജില്ലയിൽ ഒരു ജയിൽ പരിശോധിച്ചപ്പോൾ അവിടെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ 10 പേർക്കാണ് എയ്ഡ്സ് സ്ഥിരീകരിച്ചത്. അപ്പോൾ ഇതിൽ 4 പേര് മലയാളികളാണ്. ഇനി അവരുടെ കോൺടാക്ട് ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ വ്യാപകമായി ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള സ്വബോധം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ കുറേ മാസങ്ങളെ, കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്ന റാഗിങ് അല്ലേ? നമ്മളൊക്കെ പ്രാർത്ഥനാ ഗീതം പാടി പഠിച്ചവരാണ്. കൂടെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ കൂടെ പിറപ്പുകളായി കരുതാം എന്നാണ് നമ്മൾ പ്രാർത്ഥനാഗാനം ചൊല്ലി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനാഗാനം ചൊല്ലി വളർന്നു വന്ന കുട്ടികൾ തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൂടപ്പിറപ്പുകളായി കാണാനുള്ള മാനസികാവസ്ഥ ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ലഹരിയുടെ ഒരു ഉപയോഗം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉപയോഗം. ഇപ്പോൾ പല രീതിയിലുള്ള ലഹരി വസ്തുക്കളുണ്ട്. എല്ലാ വസ്തുക്കളെയും നമുക്ക് തന്നെ അറിയില്ല. നമ്മളൊക്കെ പത്രത്തിൽ വരുന്ന ഏതെങ്കിലും വാർത്തകൾ വായിക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ കോളേജുകളിലും +2 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിൻ്റെ എല്ലാ വെറൈറ്റികളെയും പറ്റി അവർ വലിയ സ്റ്റഡി നടത്തിയ ആൾക്കാരാണ് അവർ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു 4-1 അംശം പോലും അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം അവർ ഉപയോഗിച്ചതിന് ശേഷം തൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരനെ, അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടിയെ സഹോദരനായി കാണാൻ അവർ കഴിയുന്നില്ല. അവനിൽ എന്തെങ്കിലും മുറിവ് ഏൽപ്പിക്കുമ്പോൾ, വേദന ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. നിങ്ങൾക്കും എനിക്കുമുള്ളത് എല്ലാ മക്കളാണ് അല്ലേ? മറ്റുള്ളവരുടെ ആണെങ്കിലും അവരവരുടെ മക്കളാണ്. അപ്പോൾ അവരോട് നമ്മൾ സ്നേഹവും സിമ്പതിയും ഒക്കെ കാണിക്കുമ്പോഴും മറ്റുള്ളവരെ കരുതാനായിട്ടൊരു ശ്രമം, കരുതാനായിട്ടുള്ള ഒരു കരുതൽ ഉണ്ടാകണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ അധ്യാപകർ മാത്രം വടിയെടുത്തതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉന്നതതല യോഗം കൂടിയിരുന്നു. എന്നിട്ട് വളരെ കർശനമായി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെയും ഇതിൻ്റെ പരിശോധനകൾ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചില ഉത്തരവുകളൊക്കെ നമ്മൾ കാണുമ്പോൾ കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് വന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നത് 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി 10,000 രൂപയും പിന്നീട് അദ്ദേഹത്തിന് ലഹരി വസ്തുവുമായിട്ടാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വന്നത്. അപ്പോൾ ഇവൻ ഇത് എവിടുന്ന് ഈ പൈസ കിട്ടുന്നു അല്ലേ? നമ്മുടെ കുട്ടികൾ പുതിയൊരു ഷൂസ് ഇടുമ്പോഴായാലും, അല്ലെങ്കിൽ പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോഴായാലും, പുതിയൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എവിടുന്ന് ഇതിൻ്റെ പൈസ, സോഴ്സ് ഓഫ് ഇൻകം, അതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അത് അന്വേഷിക്കേണ്ട ചുമതല രക്ഷകർത്താക്കൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സമൂഹം ഒറ്റക്കെട്ടായി, സമൂഹം മാത്രമല്ലത് നമ്മുടെ സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ സംഘടനകളായാലും ഒക്കെയും അവർ ശക്തിപ്രകടനങ്ങൾ എപ്പോഴും നടത്താറുണ്ട്. അവരുടെ ശക്തിയൊക്കെയും കാണിക്കേണ്ട മർമ്മപ്രധാനമായ സമയമാണ് ഈ സമയം. കാരണം നമ്മുടെ ഒരു പുതിയ തലമുറ, എല്ലാവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്നത്, എല്ലാവരുടെയും നല്ല കാര്യങ്ങൾ എഴുതാണെങ്കിൽ 1-2 പത്രം കൊണ്ട് ഒക്കത്തില്ല. അപ്പോൾ ഈ പത്രമാധ്യമങ്ങളിൽ എഴുതുന്നതാണെങ്കിലും തന്നെയും ഈ കുറച്ച് മാത്രം കിട്ടുന്ന ഈ കാര്യങ്ങളെ വളരെ വിശാലമായി അവർ എഴുതാറുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ ഇത് അറിയാനുള്ളൊരു ത്വര കുട്ടികളിലുണ്ടാവും. എന്താണ്, അതായത് ഒരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഉപദേശം സഹിക്കുക എന്ന് പറയുന്ന കുട്ടികൾക്ക് ഒട്ടും പറ്റുന്ന കാര്യമല്ല. 7, 8, 9, 10, 11 ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേനും അവന് ഈ പുതിയ വസ്തുക്കളെ അറിയാനുള്ള ത്വര കൂടുതലാണ്. 12, 13 ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ആ കോളേജ് കാലം വരുമ്പോഴത്തേനും ഇങ്ങനെ അറിഞ്ഞ വസ്തുതകളെ അവൻ സ്വായത്തമാക്കാൻ ഏത് മാർഗവും അവൻ ഉപയോഗിക്കും. അപ്പോൾ അത് ഏത് കുറ്റകൃത്യം ചെയ്താലും, ഏത് ഒരു കരിയറായിട്ട് ജോലി ചെയ്താൽ പോലും പൈസ കിട്ടുന്നൊരു കാലഘട്ടം.
അപ്പോൾ ഇങ്ങനെയുള്ള സോഴ്സുകൾ ധാരാളമുണ്ട്. ഈ സോഴ്സുകളൊക്കെയും അടച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വരുന്ന തലമുറ നല്ലൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നീട് കൗൺസിലിംഗ് സെൻ്ററുകൾ ഒരുപാട് വേണം. നമ്മുടെ സമൂഹത്തിൽ കൗൺസിലിംഗ് സെൻ്റർ, നമ്മളൊരു കൗൺസിലിംഗ് സെൻ്ററിൽ പോയി എന്ന് പറയുന്ന ഉടനെ നമ്മുടെ സമൂഹത്തിൽ ചിന്തയുണ്ട്, അവനും ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തി ഉണ്ടോ എന്നുള്ളത്. മാനസികമായ വിഭ്രാന്തി മാത്രമല്ല കൗൺസിലിംഗ് സെൻ്റർ. മനസ്സിൻ്റെ താളം എപ്പോൾ നശിക്കുന്നു, നമുക്ക് തന്നെ മനസ്സിൻ്റെ താളം കറക്റ്റാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ മനസ്സിൻ്റെ താളം എപ്പോൾ നശിക്കുന്നോ ആ താളത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ, അവൻ്റെ ചിന്തകളെ നേരായ മാർഗത്തിൽ നയിക്കാൻ ചിലപ്പോൾ ഒരു നല്ല കൗൺസിലർക്ക് സാധിച്ചെന്നിരിക്കും. ഈ കൗൺസിലറിനെ അവനെ കാണിക്കണമെന്ന് ബോധ്യം വരണമെങ്കിൽ അവൻ്റെ അമ്മയോ അച്ഛനോ അതിനു മുമ്പ് അവനോട് നന്നായി പെരുമാറണം, നന്നായി സംസാരിക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ കുട്ടിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോ മാതാപിതാക്കളും തൻ്റെ കുട്ടികളെ വ്യക്തിപരമായി മനസ്സിലാക്കുകയും ഓരോ അധ്യാപകനും ഓരോ സമൂഹവും തൻ്റെ കുട്ടികളെ വ്യക്തിപരമായി മനസ്സിലാക്കുകയും അവരെപ്പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ചിന്തിക്കും. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓരോ കുട്ടിയെ ഓരോ യൂണിറ്റായി കണക്ക് കൂട്ടണമെന്നാണ് പറയുന്നത്. അതായത് ഒരു കുട്ടി ഒരു യൂണിറ്റാണ്, അവൻ്റെ വാസനകൾ പലതാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് 2 മക്കളുണ്ടോ അല്ലെങ്കിൽ 1 മക്കളുണ്ടോ 3 പേരുണ്ടോ, ആ 3 കുട്ടിക്കും ഒരേ സ്വഭാവ സവിശേഷത ആയിരിക്കണമെന്നില്ല. വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളായിരിക്കും അവർക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി രക്ഷകർത്താവ് കാണണം. അവൻ്റെ പ്രശ്നങ്ങൾ പല പ്രായത്തിലുള്ളവരാണ്. ആ പല പ്രായത്തിലുള്ളവർക്കുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അവൻ്റെ അധ്യാപകനോട് അല്ലെങ്കിൽ അധ്യാപികയോട് അവൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും അവൻ്റെ സ്കൂളിൽ നിരന്തരം ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ നിന്ന് ഒരുപാട് നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്താൻ സാധിക്കും. ഇതിൻ്റെ എല്ലാ വലക്കണ്ണികളൊന്നും അറുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കുട്ടി അതിലെത്താതിരിക്കാനുള്ള ശ്രമം, അപ്പോൾ ഓരോ രക്ഷകർത്താക്കളും അതിന് ശ്രമം നടത്തുമ്പോൾ ഈ വലകളിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുറയുകയും അതുപോലെ തന്നെ പോലീസും ഗവൺമെൻറ്റും സ്കൂൾ അധികാരികളും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു തലമുറയെങ്കിലും നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അധ്യാപകർ വടിയെടുക്കുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇത് നന്നാവണമെന്നില്ല. പണ്ടൊക്കെ വടിയെടുത്ത് ബഹളം വെച്ച് കഴിഞ്ഞാലൊക്കെ കുട്ടികൾ ഒതുങ്ങിയിരിക്കുന്നൊരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ വലിയ ബഹളം കേട്ടിട്ടാണ് അവർ വീടുകളിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ അധ്യാപകൻ മിണ്ടാതിരിയട എന്ന് വളരെ ഒച്ചത്തിലൊന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ഒരു കുട്ടിയും അടങ്ങിയിരിക്കുന്ന അവസ്ഥയല്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉള്ള സമയത്ത് കുട്ടികളുമായിട്ട് നേരിട്ട് സംവദിക്കുക, അവൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ, അവൻ്റെ മാനസികമായ പ്രശ്നങ്ങളിൽ, അവൻ്റെ ആവശ്യങ്ങളിൽ, നീഡ്സ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവൻ്റെ ഓരോ കുട്ടിയും ഓരോ നീഡ്സ് ഉണ്ട്. അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആവശ്യകത അവനുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ രക്ഷകർത്താക്കൾക്കുണ്ട്. അത് ചിന്തിച്ച് പ്രവർത്തിച്ച് അധ്യാപകരും സമൂഹവും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന തലമുറയെ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തലമുറയെ ലഹരിയിൽ നിന്ന് പിന്നോട്ട് നയിക്കാനും വരുന്ന തലമുറ അതിലകപ്പെടാതിരിക്കാനുമുള്ള ഒരു ശ്രമം നടത്താൻ നമുക്ക് സാധിക്കും. അതിന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ. അതുപോലെ തന്നെ കേരള പ്രൈം ടുഡേ നടത്തുന്ന ഈ പരിപാടി അതിനൊരു വഴിവിളക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.